ഐ വെള്ളം 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 കണ്ണാ. കുമ്പളങ്ങ ഇവിടെയൊക്കെ കുറേ കാടൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. റെഡിയാക്കാം. ഇതേ മണത്തങ്കാലിച്ച് എല്ലാത്തിനും കായുണ്ടേ. നല്ല പഴുത്ത് ബബ്ലൂസ് പോലെ ഇരിക്കുന്നുണ്ടോ? പഴുത്ത് പഴുത്ത് എവിടെയുണ്ട്? കൊല കൊലയെ കായ്ച്ചിട്ടാണ്. തക്കാളി ചെടി ഒരേ ഒരു കണ്ണേ കണ്ണേ പൊന്നെ പൊന്നേന്ന് പറഞ്ഞ് വളർത്തുന്ന ചെടി. ഇതിപ്പം നനയൂട്ടാ. മറ്റേത് കായൊക്കെ കൊഴിഞ്ഞു പോവും. ഇങ്ങനെ ഫോഴ്സിലൊന്നും നനയ്ക്കരുത്. ഒരു തുളസി ചെടി നമ്മളറിയാതെ വളർന്നു വന്നതാണ്. പിന്നെ ഒരു മണത്തങ്കാളി ചെടി. ഇത് ചെമ്പരത്തി. ഇത് 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 തെച്ചിയാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. കുറേ ചെടി വെച്ചു. ഇത് തെച്ചിയാണ്. ഇത് ചെമ്പരത്തിയാണ്, പക്ഷേ ശോഷിച്ചാണ് വളരുന്നതെന്ന് മാത്രം. ഇത് ചെമ്പരത്തിയാണ്, പക്ഷെ അത് പോയെന്ന് തോന്നുന്നു. ഇവിടെ 2-3 ഇല വന്ന നേരം കൊണ്ട് മാത്രം കാണുന്നുണ്ടോ? 2-3 ഇലയൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജീവനുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ നിർത്തിപ്പോയിരുന്നു. പിന്നെ ഇത് തെച്ചിയാണ്. ഇത് ഒരു മറ്റേ കൊണ്ട തെച്ചിയാണ്, കുഞ്ഞ് തെച്ചിയാണ്. ഇതിൻ്റെ കൂടെ കുമ്പളങ്ങ. ഇവിടെ മുഴുവൻ കുമ്പളങ്ങയാണ്, കുമ്പളങ്ങയാണ്. ഇത് തെച്ചി. ഇത് തെച്ചിയല്ല, മറ്റേ കോളാമ്പി ടൈപ്പ്. ഇത് വെള്ളപ്പൂ. ഇത് വെള്ളം അരളി. പിന്നെ ഇത് മുരിങ്ങയാണ്. പോയെന്ന് അനുമാനിക്കുന്നു. അത് പോയി കേട്ടോ. പക്ഷെ തുളിര് വന്നതാ, പക്ഷെ ഇതിപ്പോൾ പോയി. പിന്നെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്നൊരു സംശയം, അറിയില്ല. ഇതും ഒരു മഞ്ഞ കളർ പൂവിൻ്റെയാണ്. മഞ്ഞ വയലറ്റൊക്കെ കലർന്നിട്ടൊരു പൂവിൻ്റെയാണ്. അതിൻ്റെ കാര്യത്തിൽ ഇലയുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല എന്ന് മാത്രം. പിന്നെ കരിവേപ്പില, തുമ്പപ്പൂവൊക്കെ കാൽ പിടിച്ച പോലെ ഉണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. ഒരാഴ്ച കൊണ്ട് വളർന്ന സാധനമാണ്. പിന്നെ ഇവിടെ വലിയൊരു തെച്ചി ഉണ്ടായിരുന്നു. അല്ല, മറ്റേ ചീരച്ചെടി ഉണ്ടായിരുന്നു. ചീര മരമായി. അതിപ്പോൾ പറിച്ച് കളഞ്ഞു. ഇതാണ് ഞങ്ങളുടെ പന്തലക്കിട്ട പയറായിരുന്നു. പയറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ ഒരു പൈപ്പ് വന്നപ്പോൾ എല്ലാം കൂടെ പറിച്ച് അങ്ങോട്ട് കളഞ്ഞു. ഇല്ല, പക്ഷെ ഇപ്പോഴും പയർ കഴിക്കുന്നുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. അയ്യോ, അല്ല, ഇവിടെ ഒരു അരളിയുണ്ട്. പിന്നെ ഇതിൽ പയറൊക്കെ കാണിക്കാൻ ഒരു പയറും കാണിക്കാൻ കൊടുക്കാം. കണ്ട പയർ പിഞ്ച. കണ്ട പയറൊക്കെ കണ്ടൊക്കെ പിഞ്ചാണ്. ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ തണ്ടിലും ഇങ്ങനെ ഉണ്ട്. എന്ന് വെച്ചാൽ പൂത്ത് ഇരിക്കുന്നത്. പൂത്ത് നിൽക്കുന്നത് കണ്ട. എല്ലാത്തിലും ഉണ്ട്. പക്ഷെ എന്താ, ഞാൻ ഇതുപോലെ ക്ലിപ്പൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊക്കെ അതാണ് ക്ലിപ്പ്. അതുപോലത്തെ ക്ലിപ്പൊക്കെ ഒട്ടിച്ച് വെച്ച് നല്ല വലയൊക്കെ കെട്ടി അടിപൊളിയാക്കിയതാണ്. പക്ഷെ പഞ്ചായത്ത് പൈപ്പാണിത്. പൈപ്പ് വന്നപ്പോൾ കരുതി തീരുമാനമായി. പിന്നെ ഇവിടെ ചീര മക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചുവന്ന ചീര കണ്ടോ? ചുവന്ന ചീര ഇടയിൽ ചുവന്ന ചീരകളൊക്കെ കിടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ പാകിയതാണ്. അവിടെ വരുന്നുണ്ട്. പിന്നെ ഇടയിൽ വേറെ എന്തൊക്കെയോ ചെടികളുണ്ട്. ഇതുണ്ട്, അത് പച്ചച്ചീരയാണ്. അങ്ങനെ ഇടയിൽ എന്തൊക്കെയോ ഉണ്ട്. ഒക്കെ നോക്കിയിട്ട് വേണം കഴിക്കാൻ. ഓക്കെ, നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് സാമ്പാർ ചീരയാണ്. ഇതല്ല, ഇത് സാമ്പാർ ചീരയാണ്. പിന്നെ ഇത് എന്തായാലും പറയുക, വെള്ളരിക്കയുടെ വേരുകളാണ്. വെള്ളരിക്കയാണ്. ഇത് മുഴുവൻ പൂത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് കാണണ്ടോ? ഫോക്കസ്. ഇതാണ് വെള്ളരിക്ക. പൂ കഴിഞ്ഞിട്ട് വരുന്നതാണ് വെള്ളരിക്ക. അങ്ങനെ ഇനി വരും. നമുക്ക് വേഗം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിലൊക്കെ ഒരു മഞ്ഞയും ഓറഞ്ചൊക്കെ ചെടിയില്ലേ, അതിങ്ങനെ എന്താ പറയുക, ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 3-4 വരുന്നുണ്ട്. അങ്ങനെ തഴച്ച് നിൽക്കുകയാണ് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ വെള്ളപ്പയറല്ല, ചെറുപയറിൻ്റെ ചെടിയാണ്. ചെറുപയറിൻ്റെ പയർ ചെടിയാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഇരിക്കുന്ന മുഴുവൻ പച്ചമുളക് തൈകളാണ്. ഇനി ഇതൊക്കെ സെപ്പറേറ്റ് ആക്കി പിച്ച് പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി മാറ്റി വയ്ക്കും. ഇതെവിടെയൊക്കെ കണ്ട, ഇത് മുഴുവൻ മുളക് തൈയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ വെക്കണം. അതിനൊരു സമയം കിട്ടണില്ല, ചെയ്യണം.
പ്ലേ ബോയ്. പിന്നെ ഈ പൊസിഷനിൽ ഇവിടെ മുഴുവൻ ചെണ്ടുമല്ലി വാടാമല്ലി. ഇവിടെയാണ് നമ്മൾ ഓണത്തിൻ്റെ മാധൂരിയൊക്കെ ഇവിടെയാണ് കൊണ്ടുവിട്ടത്. അപ്പോൾ ഈ മാധൂരിയുടെ ഉള്ള പല്ലി അരണ അപ്പോൾ മാധൂരിയിലുള്ള എല്ലാ പൂക്കളും അതിൽ നിന്നുള്ള എല്ലാം മുളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഒരു കുമ്പളങ്ങയുടെ വള്ളി കൂടി ഉണ്ട്. കണ്ടോ, കുമ്പളങ്ങ വള്ളിയും കൂടെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ പുല്ലുമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വളരാണ്. മുഴുവൻ വാടാമല്ലി, ഇടയിലടിയിൽ ചെണ്ടുമല്ലി. പിന്നെ ഇതൊരു ഭംഗിയുള്ള ഇലകളുള്ളൊരു ചെടി അത്രേ ഉള്ളൂ. ഇതിൽ ഇങ്ങനെ ഒരു മഞ്ഞപ്പൂ പൂക്കും, അങ്ങനത്തെ ഒരു ചെടിയാണ്. പൂക്കളൊന്നുമില്ല എന്ന് മാത്രം. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്നതാണ് ജമ്മി. ഇത് 10 മണിക്ക് കണ്ണാ. ഇത് പിന്നെ നമുക്ക് മസ്റ്റ് ഹാവ് ആണ് കണക്കൂർക്ക. ഭയങ്കര മണം കേട്ടോ, വെള്ളം നനയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര മണം. പിന്നെ അതെ ചെണ്ടുമല്ലി. അപ്പോൾ എന്തൊരു മണമെന്ന് പറഞ്ഞാൽ ഇല അടക്കം നല്ല മണം. പിന്നെ അതെ ഇതും അതേപോലെ കേട്ടോ, ഒരു കളർ വ്യത്യാസമുള്ളത്. പിന്നെ അടിയിൽ ഞാൻ മുല്ലയുടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ദൈവം തമ്പുരാനെ അറിയാൻ വരുന്നോ ഇല്ലയെന്നൊന്നും. പിന്നെ എനിക്കറിയാത്ത വേറൊരു സാധനം കേട്ടോ, ഇത് നമ്മുടെ ചെണ്ടുമല്ലി. ഇതെന്ത് ടൈപ്പ് സാധനമാണ്? ഇതിൻ്റെ വല്ല വകഭേദമാണോ? ഇതിങ്ങനെ ചുരുണ്ട് നിൽക്കണമെന്നേ ഉള്ളൂ, ഒന്നുമില്ല. ഇലയും ഏതോളൊന്നുമില്ല. ഇതിങ്ങനെ ഈ ചുരുണ്ട് നിൽക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് വല്ലവർക്കും വല്ലതും അറിയുമെങ്കിൽ എനിക്ക് പറഞ്ഞു തന്ന സൗകര്യമായി. പിന്നെ അതെ ഇതൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. ഇത് നമ്മുടെ മഞ്ഞ ചെണ്ടുമല്ലി. ഇതിനെ എന്താ ചെണ്ടിപ്പൂ എന്ന് പറയില്ലേ? എന്ന് വെച്ചാൽ ഇങ്ങനെ തിക്കായിട്ടുള്ളതല്ല, വളരെ വളരെ കുറവുള്ള ഇതുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ചെണ്ടുമല്ലി. ഇതിൻ്റെ മഞ്ഞയും ഉണ്ടാവണം, പക്ഷെ ഇവിടെ മഞ്ഞയില്ല. ഈ വരുന്നതൊക്കെ മഞ്ഞയാണോന്നൊന്നും അറിയില്ല കേട്ടോ. അതവിടെ കുറേ ഉണ്ട്, മഞ്ഞയാണോന്നൊന്നും അറിയില്ല. ഇത് എവിടെയുണ്ട്? ഇത് മറ്റേ പൂവാട്ടോ, ചണ്ടിപ്പൂവാണ്. കണ്ടോ, മണ്ണൊക്കെ ഒലിച്ചു തുടങ്ങി. മണ്ണൊക്കെ ഇനി ഇടണം. ഇവിടെ എത്ര മണ്ണിട്ടാലും കാണുന്നില്ല. എത്രയും ഇട്ടു, പക്ഷെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഇത്രയുമാണ് നമ്മുടെ ഗാർഡനൊക്കെ നമ്മൾ ശരിയാക്കി വരികയാണ് കേട്ടോ. അതൊക്കെ പതുക്കെ ശരിയാക്കണം. ഈ തുളസി അങ്ങനത്തുള്ള കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാനുണ്ട്.